വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇടുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5ാമത്തെ വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇവിടെ എപ്പടി കിളികളും കാക്കയും വണ്ടി ഓടുന്ന സൗണ്ടും ഫാനിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് ഞാൻ പറയുന്നതൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല ഒന്നാമത് തന്നെ. അപ്പം ഇന്ന് PSC എക്സാമിൻ്റെ പ്രിലിംസ് ഡേറ്റ് വന്നല്ലോ. 50 ദിവസം കൂടെ എങ്ങാനേ ഉള്ളൂ ഇനി. അപ്പം അതിലേക്കാണ് ഞാനും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ ഗ്യാപ്പൊക്കെ വന്നു, കുറേ നാളൊന്നും പഠിക്കാതൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും തുടങ്ങിയേക്കുവാട്ടോ. വീണ്ടും തുടങ്ങിയേക്കുവാന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് കുറേശ്ശായിട്ട് പഠിച്ച് വീണ്ടും ആ ഫ്ലോയിലോട്ട് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇന്ന് പഠിച്ചത് ദത്തവകാശ നിരോധന നിയമവും 1857 വിപ്ലവം, 1858 ആക്ട്, ഇന്ത്യ ആക്ട്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആട്ടോ. പിന്നെ ദേശീയ വരുമാനം, GDP, നീതി ആയോഗ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണേ. ഇനി വളരെ കുറച്ച് ദിവസമാണല്ലോ പ്രിലിംസിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10-60 ടോപ്പിക്കുകൾ സെലക്റ്റീവായിട്ടെടുത്ത് ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടിരുന്നു. അത് വെച്ചാട്ടോ ഞാൻ പഠിക്കുന്നത്. അങ്ങനെ സിലബസ് മൊത്തത്തിലൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ. അങ്ങനെ ഇന്നപ്പം 1857 വിപ്ലവം നേതൃത്വം നൽകിയവരും വിപ്ലവം നടത്തിയ സ്ഥലം, അങ്ങനെയുള്ള നോട്ടാട്ടമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തന്നെ നോട്ടാട്ടോ ഞാൻ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു നോട്ട് ഒന്നോടെ ഒന്ന് എഴുതി പിന്നെ അത് നോക്കി പഠിച്ച് അത് വെച്ച് മറിച്ച് വെച്ച് അങ്ങനെയൊക്കെ പഠിച്ചാലേ എനിക്ക് പറ്റത്തുള്ളേ. കുഞ്ഞുനാൾ സ്കൂളിലൊക്കെ പോകുമ്പം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷ് പോയം, ഹിന്ദി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ എഴുതിയാണല്ലോ പഠിപ്പിക്കുന്നത്. ആ ഒരു ശീലം അങ്ങോട്ട് തുടർന്നു പോയേ. അങ്ങനെ അങ്ങ് തുടർന്നു പോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ എഴുതാതെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ലേ. 1-2 വട്ടം എഴുതാതെ എനിക്കങ്ങനെ വായിച്ച് പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റം എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഇതെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മറിച്ച് വെച്ച് അത് കിട്ടിയോ എന്ന് നോക്കുക കേട്ടോ. ഒരു കുഞ്ഞ് ഡയറിയാണേ. ഞാൻ ആ സ്ഥലങ്ങളും നേതൃത്വം നൽകിയവരുടെ പേരും ആ ഡയറിയിലോട്ടും കൂടെ ഒന്ന് നോക്കുക. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ കുഞ്ഞ് ഡയറി മറിച്ച് നോക്കുന്നതാണേ. അപ്പോൾ നമ്മൾ പല സമയത്ത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആട്ടോ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്നോടെ ഒന്ന് കിട്ടും ഒരു കുഞ്ഞ് ഡയറി. അതുകൊണ്ടാണ് ഞാൻ എക്സാമിനും പോകുന്നത്. ഒരു കോൺഫിഡൻസ് ആട്ടോ, നമുക്കറിയാവുന്ന കാര്യം കൂടുതലായിട്ട് നമുക്കിങ്ങനെ ഇതെനിക്കറിയാം അങ്ങനെ ഒരു തോന്നൽ കിട്ടുമേ. അപ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്നിക്കാട്ടോ, നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു രീതി. അങ്ങനെ ബുക്കിൽ നിന്ന് പേപ്പറിലോട്ട് എഴുതി, പേപ്പറിൽ നിന്ന് എൻ്റെ കുഞ്ഞ് ഡയറിയിലോട്ടും നോട്ട്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിക്കിനി എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. കുറച്ച് സമയം കൂടെ മിച്ചം കിടപ്പുമുണ്ട്. ഒരു ബുള്ളറ്റാട്ടോ പോയത്, അത് നിങ്ങൾ കേട്ടോ. ഇവിടെ നല്ല ചൂടായിരുന്നു. എൻ്റെ ടേബിൾ ഇട്ടിരിക്കുന്നത് നല്ല വെയിലത്താണ്, നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തുമാണ്. കുറച്ച് വിറ്റാമിൻ D ഒക്കെ കിട്ടട്ടെ എന്നോർത്ത്.